Good morning, everybody. Here we discuss the software tools for scientometric analysis. We know that we are using so much databases for the analyzing and measuring the quantitative data in the scientometric study. നമുക്കറിയാം സയൻറ്റോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ദി സയൻസ് ഓഫ് ദ സയൻസ്, കമ്മ്യൂണിക്കേഷൻ ഇൻ സയൻസ് ആൻഡ് അതേഴ്സ്. സോ ഹിയർ നമ്മൾ ഇവിടെ സയൻറ്റോമെട്രിയിൽ സയൻസിനെ കുറിച്ചിട്ട്, ടെക്നോളജിയെ കുറിച്ചിട്ട്, പുതിയ ഇൻവെൻഷൻസിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുകയും അവയെ മെഷർ ചെയ്യുകയും അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് മെട്രിക്സ് ആണ് സയൻറ്റോമെട്രി എന്ന് പറയുന്നത്. സയൻറ്റോമെട്രിക്കിൽ നമ്മൾ സോ മെനി ഡാറ്റാബേസസ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ സ്കോപ്പസ്, അതുപോലെ തന്നെ വെബ് ഓഫ് സയൻസ്, പബ്മെഡ് എന്നിങ്ങനെയുള്ള ഡാറ്റാബേസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ടൂൾസ്, ഈസി ആക്സസിനും അതുപോലെ തന്നെ ഈസി അനലൈസിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ടൂൾസിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. Here, scientometric analysis tools are specialized software designed to assess and visualize research output, trends and influence using bibliometric and citation data. Thus, tools helps researchers, institutions and policymakers measure the impact and the quality of scientific publication. Some common functionalities include citation analysis, co-authorship networks, keyword co-occurrence and institutional collaboration patterns. So one of the prominent data scientific software tool is BibExcel, which is developed by the only person. It is designed to assist a user in analyzing bibliographic data or any data of textual format in a similar manner. The idea is to generate data files that can be imported to Excel or any other program that takes tabbed data records for further processing. മാത്രമല്ല, ബിബെക്സൽ എന്ന് പറയുന്നത് ഒരു ഫ്രീ വെയർ ആണ്. അത് അക്കാദമിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. നമുക്ക് ടെക്സ്റ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനറിലുള്ള ഏത് ഡാറ്റാസും നമുക്ക് ടാബ്ഡ് ഡാറ്റയായി മാറ്റുകയും നമുക്ക് എക്സൽ പോലെയുള്ള സോഫ്റ്റ്വെയറുകളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും ബിബെക്സൽ എന്ന സോഫ്റ്റ്വെയർ വെച്ച് സാധിക്കുന്നതാണ്. ബിബെക്സലിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, first, able to do the most type of bibliometric analysis, for example co-citation analysis, bibliographic coupling and mapping and clustering analysis. BibExcel allow a very easy interaction or interoperability crosswalk with other softwares. For example Pagec പോലെ, Excel പോലെ, SPSS പോലെയുള്ള സോഫ്റ്റ്വെയർസുമായിട്ട് നമുക്ക് ഒരു ഇൻ്ററോപ്പറബിലിറ്റിക്ക് സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു ക്രോസ് വാക്കിന്, ഇൻ്ററാക്ഷൻസിന്, ഈസി ഇൻ്ററാക്ഷൻസ് നമുക്ക് BibExcel ഫീച്ചർ കൊണ്ട് സാധ്യമാണ്. BibExcel strength is higher degree of flexibility in managing data and analysis, possible to use other data sources than Web of Science, in fact can deal with the data other than bibliographic records. അടുത്തൊരു പ്രധാനപ്പെട്ട ടൂളാണ് ഗഫി എന്ന് പറയുന്നത്. ഗഫി ഈസ് ദ ലീഡിംഗ് വിഷ്വലൈസേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ സോഫ്റ്റ്വെയർ ഫോർ ഓൾ കൈൻഡ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് നെറ്റ്വർക്ക്സ്. Gephi is an open source and free, which is developed by a dedicated team of young engineers and researchers in computer science, web mining and network science and information visualization. So it is presently led by the Matthew Bastian. ഗഫിയുടെ ആപ്ലിക്കേഷൻസിൽ പറയുന്നത് എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് ആണ്. അതായത് ഇൻഡ്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നെറ്റ്വർക്ക്സിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇൻഡ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഔട്ട്പുട്ടുകൾ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ലിങ്ക് അനാലിസിസ് സാധ്യമാണ്. ലിങ്ക് അനാലിസിസിലൂടെ നമുക്ക് ഒരു ഒബ്ജക്ട്സിൻ്റെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ അല്ലെങ്കിൽ ഡാറ്റസിൻ്റെ സ്ട്രക്ചറൽ അസോസിയേഷൻസിനെ റിവീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിന് ഹെൽപ്പാണ്. അതുപോലെ തന്നെ ബയോളജിക്കൽ നെറ്റ്വർക്കിലൂടെ ബയോളജിക്കൽ പാറ്റേൺസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധ്യമാകുന്നു. അതുപോലെ തന്നെ പോസ്റ്റർ ക്രിയേഷനും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇനി മറ്റുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ഗഫി ഈസ് എ ടൂൾ ഫോർ ദ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് സയൻറ്റിസ്റ്റ് keen to explore and understand graphs. Like Photoshop but the graph data, the user interact with the representation, manipulate the structures and shapes colors to reveal the hidden patterns. ഒരു ഹിഡൻ പാറ്റേൺസിന് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ടൂളുകൾ, റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ സ്ട്രക്ചറുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനും ഷേപ്സും കളേഴ്സും വെച്ച് ഡാറ്റകളെ
വിഷ്വലൈസ് ചെയ്യാനും സാധിക്കുന്ന ഒരു ടൂളാണിത്. ഗ്രാഫ്സിനാണ് പ്രധാനമായിട്ടും ഇവർ പ്രൊവൻസി കൊടുക്കുന്നത്. ദ ഗോൾ ഈസ് ടു ഹെൽപ്പ് ഡാറ്റ അനലിസ്റ്റ് ടു മേക്ക് ഹൈപ്പോത്തിസിസ് ഇൻറ്റ്യൂറ്റീവ്ലി, discover the patterns, isolate the structure singularities or faults during the data sourcing. ഡാറ്റ സോഴ്സിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഫോൾട്സിന് അല്ലെങ്കിൽ എറേഴ്സിനെ, ഡാറ്റ സിംഗുലാരിറ്റീസിനെ ഒക്കെ അവർക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനും കൂടെ ഈ ഒരു ഗഫിൻ്റെ ആപ്ലിക്കേഷൻസിലൂടെ സാധ്യമാണ്. ഇറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ടൂൾ ടു ദി ട്രഡീഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ വിഷ്വൽ തിങ്കിങ് വിത്ത് ദ ഇൻ്ററാക്റ്റീവ് ഇൻ്റർഫേസ് ഈസ് നൗ റെക്കഗ്നൈസ്ഡ് ടു ഫെസിലിറ്റേറ്റ് റീസണിങ്. ദെൻ നമ്മൾ അടുത്തൊരു application VOS Viewer. VOS Viewer is a software tool for constructing and visualizing bibliometric networks. It is a free software. These networks may, for instance, include journals, researchers, or individual publications, or they can be constructed based on the citation, bibliographic coupling, and co-citation or co-authorship relation. കോതർഷിപ്പ് റിലേഷൻ, ബിബ്ലിയോഗ്രഫിക് കപ്ലിംഗ്, കോസൈറ്റേഷൻ ഒക്കെ ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. നമുക്ക് അവർ തമ്മിലുള്ള ബന്ധങ്ങളും ഇതിലുപയോഗിക്കുന്ന ക്ലസ്റ്റേഴ്സൊക്കെ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. വിയോസ് വിയർ ഈസ് ഓൾസോ ഓഫേഴ്സ് ടെക്സ്റ്റ് മൈനിങ് ഈ ഫംഗ്ഷനാലിറ്റി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കൺസ്ട്രക്ട് ആൻഡ് വിഷ്വലൈസ് co-occurrence networks to import the terms extracted from the body of scientific literature. വ്യൂസ് വ്യൂവറിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് പറയുന്നത് ഇവരുടെ ഡാറ്റ നമുക്ക് വെബ് ഓഫ് സയൻസിൽ നിന്നും സ്കോപ്പസിൽ നിന്നും ഡയമെൻഷൻ ആൻഡ് ലെൻസ് തുടങ്ങിയിട്ടുള്ള ഡാറ്റാബേസുകളിൽ നിന്നൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ co-authorship network and co-occurrence network can also created based on the PubMed data. Visualization of data done through the zooming and scrolling, density and overlay visualization and high resolution screenshots are available in VOS Viewer. Then the techniques of the VOS Viewer, a few techniques are represented here, and advanced layout and clustering techniques are the one of the most important technique. Layout and clustering result can be fine-tuned using various parameters. Then another feature is natural language processing technique. Natural language processing techniques are available for creating term co-occurrence networks based on the English language textual data. Relevant and non-relevant terms can be distinguished algorithmically. The next one is other technique is creating bibliometric networks. A number of advanced features are available for creating bibliometric networks. For example, co-authorship, co-occurrence, and bibliographic coupling, and others. For instance, the influence of publication with many authors, many citations, or many references can be reduced using a fractional counting approach. Data cleaning can be performed using thesaurus files. Then the next one is Publish or Perish. Publish or Perish is a software program that retrieves and analyzes the academic citations. One of the most important software tool is Publish. It uses a variety of data to obtain the raw citations, then analyze this and presents a range of citation matrices including a number of papers, total citations, and H-index. The results are available on screen and are also copied to the Windows and Mac operating systems, clipboards. Publish and Perish includes a detailed help file with search tips and additional information for the citation metrics. Citation metricsമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് ഒരു മാനുവൽ പോലെ ഒരു ഹെൽപ്പ് ഫയലും കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം പ്രൊവൈഡ് സൈറ്റേഷൻ മെട്രിക്സസ് ലൈക്ക് H-index, G-index, total citation and impact factor. Easy to use for individual researcher analysis. Ideal for calculating the impact of specific researchers or publications. ഇനി അടുത്തൊരു പാക്കേജ് ആയിട്ടുള്ള ഒന്നാണ് ബിബ്ലിയോമെട്രിക്സ് അല്ലെങ്കിൽ ആർ പാക്കേജ് എന്ന് പറയുന്നത്. ബിബ്ലിയോമെട്രിക് ഈസ് എ പവർഫുൾ ഓപ്പൺ സോഴ്സ് ആർ പാക്കേജ് ഡിസൈൻഡ് ഫോർ ബിബ്ലിയോമെട്രിക് അനാലിസിസ് ആൻഡ് സയൻസ് മാപ്പിംഗ് ഡെവലപ്ഡ് ബൈ ദി ഡോക്ടർ മാസിമോ അരിയ. It provides a comprehensive set of tools to perform the qualitative analysis on bibliographic data, allowing users to explore the citation, co-authorship, publication, and collaboration patterns in scientific literature. So features is data imported from the multiple sources. Bibliometrics support the importing data from the popular academic databases such as Web of Science and PubMed. Descriptive ആയിട്ടുള്ള അനലൈസിങ് ഇതിൽ സാധ്യമാണ്. പ്രൊഡക്റ്റീവ് മെട്രിക്സ്, അതുപോലെ തന്നെ സൈറ്റേഷൻ മെട്രിക്സ്, അതുപോലെ ഈ H-index, G-index ഒക്കെ ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
അതുപോലെ തന്നെ സയൻസ് മാപ്പിംഗ് അനാലിസിസിൽ കോ സൈറ്റേഷൻ അനാലിസിസ് നമുക്ക് സാധ്യമാണ്. ബിബ്ലിയോഗ്രഫി കപ്ലിംഗ് അതുപോലെ തന്നെ കോ ഓതർഷിപ്പ് അനാലിസിസ് കീവേഡ് ഒക്കറൻസ് എല്ലാം ഈ ഒരു 6 പാക്കേജ് കൊണ്ട് നമുക്ക് ലഭ്യമാവുന്നുണ്ട്. The next one is and the last one is site spatial. Site space is developed by Dr. Kayomsi Chen, which is developed for progressive knowledge domain visualization and analyzing trends and patterns in scientific literature. Scientific literature trends and patterns ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണിത്. ഇറ്റ് ഈസ് ഫ്രീ ജാവ ബേസ്ഡ് സോഫ്റ്റ്വെയർ. ജാവ റൺ ടൈമിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. യൂസ്ഡ് ടു സ്ട്രക്ചറൽ ആൻഡ് ടെമ്പറൽ അനാലിസിസ് ഓഫ് നെറ്റ്വർക്ക്സ് ഡിറൈവ്ഡ് ഓൺ ദി പബ്ലിക്കേഷൻ ഡാറ്റ സച്ച് ആസ് കൊളാബറേഷൻ നെറ്റ്വർക്ക്സ്, ഓതേഴ്സ് കോസൈറ്റേഷൻ നെറ്റ്വർക്ക്സ് ആൻഡ് ഡോക്യുമെൻറ്റ് കോസൈറ്റേഷൻ നെറ്റ്വർക്ക്സ്. ദ മേജർ സോഴ്സ് ഓഫ് സൈറ്റ് സ്പേസ് ഈസ് PubMed, Archive, ADS and NSF award abstracts. Then the site space features are visualization of citation network, cluster analysis, timeline view, author and institutional networks. Then here we concluded the topic. The era of software tools for scientometric analysis has revolutionized the way of researchers, policymakers and institutions evaluate and understand the scientific literature. These tools offer unparalleled insights into the research trends, collaborations and impacts, facilitating informed decision making and strategic planning. By leveraging citation analysis, network analysis, bibliometrics, text mining and science mapping, scientometric tools empower the stakeholders to improve their quality. I hope you understand. Thank you.